സന്ധ്യയായി. എല്ലാവർക്കും നമസ്കാരം. ഈ പ്രതിഷേധ പാതി വില തട്ടിപ്പ് പ്രതിഷേധ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഷിബി ജേക്കബ് സർ, പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ്, കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജോയ് തോമസ് ആനിത്തോട്ടൻ സർ, വൈസ് പ്രസിഡന്റ് റോയ് വെള്ളരിങ്ങാട് സർ, മറ്റ് മണ്ഡലം പഞ്ചായത്ത് തല ഭാരവാഹികളെ, ബഹുമാനപ്പെട്ട തിടനാട് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു പ്രതിഷേധം, ഒരു യോഗം 50% സക്സസ്ഫുൾ ആകുന്നത് ഒരു പ്രതിഷേധത്തിന് കാരണമായ, ഇവിടെ പാതിവില തട്ടിപ്പിന് ഇരയായ സ്ത്രീകള് ധൈര്യത്തോടുകൂടി ജനങ്ങളെ മുഖാമുഖം നിന്നുകൊണ്ട് ഞങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് പറയാൻ ആഗ്രഹിക്കുമ്പോഴാണ്. അത്തരത്തിൽ ഇവിടെ കുറച്ചു പേര്, 3-4 സ്ത്രീകൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അവരെ വളരെ സ്നേഹത്തോടുകൂടി, നിങ്ങളുടെ ഉള്ളിൽ തട്ടിക്കപ്പെട്ടു അല്ലെങ്കിൽ തട്ടിപ്പിന് ഇരയായവര് തങ്ങൾക്ക് പറ്റിയ ആ തട്ടിപ്പിനെ ജനമധ്യേ തുറന്നു കാണിക്കാൻ ധൈര്യം കാട്ടുന്നതാണ് ഇന്നത്തെ ഈ ഏകാധിപത്യ വ്യവസ്ഥിതിയിൽ. ജനാധിപത്യ രാജ്യമാണെങ്കിലും ഏകാധിപത്യത്തിലേക്ക് ഭരണത്തിലിരിക്കുന്നവർക്ക് എന്തും കാണിക്കാൻ ഒരു ധൈര്യമുള്ള ഈ കാലഘട്ടത്തില് സാധാരണയായ ഈ പെൺകുഞ്ഞുങ്ങള് മുമ്പോട്ട് വന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ മനസ്സിൽ ഒരു ന്യായത്തിന്റെ വിത്തുള്ളവരാണ്. അത് പടർന്നു പന്തലിക്കട്ടെ. നിങ്ങളുടെ കൂടെ തട്ടിപ്പിനിരയായ മറ്റുള്ളവരെയും പൊതുജന മധ്യ കൊണ്ടുവരാനും ഇതിന് കൂട്ടുനിന്ന ജനപ്രതിനിധികളെയും നേതാക്കന്മാരെയും പാർട്ടികളെയും പോഷക സംഘടനകളെയും ജനമധ്യയെ തുറന്നു കാണിച്ച് അവരുടെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും എന്തും അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വോട്ട് കൊടുത്ത് അവർക്ക് വേണ്ടി ഇൻകുലാം മുഴക്കി അവരെ ഒരു സ്ഥാനത്തെത്തിച്ച്, ഗവൺമെന്റ് സ്ഥാനത്തെത്തിച്ച്, മന്ത്രി സ്ഥാനത്തെത്തിച്ച്, MLA സ്ഥാനത്തെത്തിച്ച്, പഞ്ചായത്ത് പ്രതിനിധിയാക്കിയ ജനങ്ങളുടെ കഴുത്തിന് കൊടാലി വെക്കുന്നവരെ ജനമധ്യ തന്നെ വലിച്ചു കയറി അവരുടെ തനിനിറം കാണിക്കാനുള്ള ധൈര്യം കാണിച്ച ആം ആദ്മി പാർട്ടിയിലെ ലീഡേഴ്സിനെയും ഇതിന് മുമ്പിൽ വന്ന് ഇത് പറയാൻ ധൈര്യം കാണിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഇതിന്റെ വിക്ടിംസിനെയും അങ്ങേറ്റം സ്നേഹത്തോടുകൂടി ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട്ടിലെ തിടനാട്ടിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്കറിയാം, ഡൽഹി നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളെ ആയുള്ളൂ. 10-15 ദിവസം 50ഓളം നമ്മുടെ ആം ആദ്മി പ്രവർത്തകർ ഡൽഹിയിലെ തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഭാഗഭാഗാക്കി. അവിടെ നടക്കുന്ന അന്യായങ്ങൾ, അവിടെ നടക്കുന്ന ഏകാധിപത്യ പ്രവണതകൾ, അല്ലെങ്കിൽ എന്താ പറയുന്ന തേർവാഴ്ച തന്നെയാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇലക്ഷൻ പ്രചാരണത്തിനായി നോട്ടീസ് കൊടുക്കാനും പാർട്ടിയെ പറ്റി പറയാനും സപ്പോർട്ട് ചെയ്യാനും പോയവരെ ഓടിച്ചിട്ട് തല്ലിയ BJP RSS ഗുണ്ടകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വോട്ടെടുക്കാനായിട്ട് പുറത്തിറങ്ങാതെ തലേ ദിവസം രാത്രിയിൽ വീടും ചുറ്റുപാടുകളും വളഞ്ഞിട്ട്, പ്രത്യേകിച്ചും ചേരി പ്രദേശത്തും സാധാരണ ജനങ്ങൾ താമസിക്കുന്നിടം ചുറ്റി വളഞ്ഞിട്ട് അവരുടെ പെരുവിരലില് മഷികുത്തി വോട്ടവകാശത്തിന് ഗതിയില്ലാത്തവരാക്കി, അല്ലെങ്കിൽ അവകാശികൾ അല്ലാതാക്കി തീർക്കുന്ന പ്രവണതയും അവിടെ ഉണ്ടായി. 41 ബൂത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് 10-40,000 വോട്ടേഴ്സിന്റെ ലിസ്റ്റ് മാറ്റിക്കളയുക. അതും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവര്, രാജ്യം ഭരിക്കുന്നവരാണെങ്കിലോ. അപ്പൊ നമ്മുടെ മേളിൽ ഇരിക്കുന്നവര്, നമ്മളെ ഉപദ്രവിക്കുന്നവര്, നമ്മുടെ ജനാധിപത്യത്തെ തകർക്കുന്നവര്, നമ്മുടെ നിയമ സംഗതികളെ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയെ അനുസരിക്കാത്തവരായി, അതിനെ ചവിട്ടിമറിക്കുന്ന, തട്ടിമറിച്ചുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കുന്നവരായി മാറിയ ഒരു ശോഷിച്ച, നഷ്ടപ്പെടുന്ന ജനാധിപത്യത്തിൽ നമ്മൾ നോക്കുകുത്തികളായി നിൽക്കാതെ, ഓരോ നമ്മുടെ വാർഡിലാണ് ഇത് നടന്നിരിക്കുന്നത്, നമ്മുടെ തിടനാട്ടിലാണ് ഇത് നടന്നിരിക്കുന്നത്, അങ്ങ് ഡൽഹിയിലൊന്നും അല്ല ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. നമ്മുടെ ഓരോ കൊച്ചു ഗ്രാമങ്ങളിലാണ് ജീവിക്കാനായിട്ട് ഇന്ന് നമ്മൾ പാടുപെടുകയാണ്. കച്ചവടം ചെയ്താണേലും, കൃഷി ചെയ്താണേലും, ജോലി ചെയ്താണേലും അതിന്റെ വരുമാനം കൊണ്ട് രണ്ടറ്റവും മുട്ടിക്കാനായിട്ട് പാടുപെടുമ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവര് സ്കൂട്ടറിന് വേണ്ടി 60,000 രൂപ പാതി വിലക്ക് കിട്ടുമെന്നോർത്ത് കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും യാത്രാ സൗകര്യങ്ങള് അവരെ സ്വതന്ത്രരാക്കുന്നതാണ്. ഫ്രീ മൂവ്മെന്റ്, അല്ലെങ്കിൽ മൂവ്മെന്റ് ഇല്ലാതെ ഒരാൾക്ക് വ്യക്തമായിട്ട് കൊച്ചിനെ സ്കൂളിൽ വിടണമെങ്കിൽ
ഒരു സ്ഥലത്ത് വീടിനകത്തുനിന്ന് ദൂരെയുള്ള സ്ഥലത്ത് ജോലിക്ക് പോകണമെങ്കിൽ, കാരണവന്മാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് മൊബിലിറ്റി ഉണ്ടെങ്കിൽ ആ സമയം കൊണ്ട് അവർക്ക് ജോലിയും വീട്ടുകാരും. ഒരു സ്ത്രീയുടെ പ്രധാന ഉത്തരവാദിത്തം അല്ലെങ്കിൽ പ്രധാന പരിഗണന എന്ന് പറയുന്നത് തന്റെ കുടുംബം തന്നെയാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ അവരുടെ മാതാപിതാക്കളും ഭർത്താവും മക്കളും തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ ഒരു വാഹനമുള്ളത്, യാത്രാ മൊബിലിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് ഇന്നത്തെ കാര്യം. പണ്ട് കാലത്ത് ഒരു യാത്ര, ഒരു കാറുള്ളത്, ഒരു സ്കൂട്ടർ ഉള്ളത്, ഒരു എന്താ പറയുന്നത്, ഒരു ആഡംബരമായിരുന്നെങ്കിൽ ഇന്നതൊരു നിത്യോപയോഗ സാധനമാണ്. കാരണം സമയത്തിനുള്ളിൽ സമയത്തെത്താൻ ഓരോ സ്ഥലത്ത് എത്തിപ്പെടുവാൻ. അപ്പൊ അതിനായിട്ട് അവരെ ചൂഷണം ചെയ്യാൻ കൂട്ടുനിന്നവര് നേതാക്കന്മാരും ജനപ്രതിനിധികളുമാണെന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ക്രൂരമായ, അപലപനീയമായ, പ്രതികരിക്കേണ്ട അന്യായമായിട്ടുള്ള കാര്യമാണ്. ഈ അന്യായത്തിനെതിരെ പ്രതികരിക്കാനായിട്ട് ജനങ്ങൾ മുമ്പോട്ട് വരണം. ഇനി വ്യക്തിമായ ആയിരക്കണക്കിന് 25,000 പേരാണ്, 30,000, 50,000 നിരത്തിലിറങ്ങണം. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ ഗ്രാമത്തിൽ, നമ്മുടെ വാർഡിൽ ഒരു പ്രശ്നമുണ്ടായാൽ പ്രശ്നമുള്ളവരെ നോക്കി പ്രശ്നമില്ലാത്തവരെ നിൽക്കാതെ അവരോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അതിനെതിരായിട്ട് പ്രതികരിച്ച് ന്യായം നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ഒരു ജനാധിപത്യ രാജ്യത്തെ ഓരോ വ്യക്തിക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിന് നേതൃത്വം കൊടുക്കാനും ഇങ്ങനെയുള്ള അഴിമതികൾക്കെതിരായി പ്രതികരിക്കാനും ആം ആദ്മി പാർട്ടിയിലെ ഓരോ ഓൾ ഇന്ത്യയേഴ്സും പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഐക്യദാർഢ്യവും ഇതിൽ വിക്ടിംസ് ആയിട്ടുള്ള എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഏതറ്റം വരെ ഇതിന്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പു തന്നുകൊണ്ട് എല്ലാവരെയും ഈ യോഗത്തിൽ സംബന്ധിച്ച എല്ലാവരെയും, ഞങ്ങളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ വളരെ നീതിപൂർവമായ വിചാരത്തോടു കൂടിയുള്ള മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതം എങ്ങനെ സുഗമമാക്കാം, എങ്ങനെ ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാം എന്നുള്ള ചിന്തയോടുകൂടി വോട്ട് ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ചൂസ് ചെയ്യാം, പക്ഷെ അത് നിങ്ങൾക്കും നമ്മൾക്കും ഒരുപോലെ ജീവിക്കാനാകത്തക്ക വിധത്തിലുള്ളതാകണം എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധം ഈ പാതിവില പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.